ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. ഞാനത് എൻ്റെ കോലമൊക്കെ വീണ്ടും മാറ്റി ഓവറായി പോയി. ഈ ചിന്നു കാരണമാണ്. ചിന്നു സ്ട്രെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെ ഇട്ടിരുന്നു. പിന്നെ ഇപ്പോഴും വേണ്ടെന്ന് വെച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എന്ന് വെച്ചാൽ വീണ്ടും ബോറാവും. ഒന്നാമതേ ചൂടത്തൂടെ ഈ മുടിയും വളർത്തിയിട്ട് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചെക്കിങ്ങാണ്. ഹെൽമെറ്റൊക്കെ വെച്ച് പോകുമ്പോഴേക്കും മുടി അല്ലാതെ തന്നെ മറ്റേ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. യെസ്. അപ്പോൾ നമ്മൾ ഇന്ന് പിന്നെ യാത്രയല്ല. ചിന്നുവിന് കുറേ ദിവസം നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ചിന്നുവിനൊരു ഒരു 2 വീലർ നോക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴത്തെ ഇതിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പോയി കഴിഞ്ഞാൽ ചിന്നുവിനൊക്കെ ഉള്ള കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ പോവുക, പിന്നെ ഇനിയിപ്പോൾ വാവസിന് സ്കൂളിലോട്ട് ചേർക്കാനുള്ള പ്ലാനുണ്ട്. അതിങ്ങനെ ഒരു 2 സെഷനുണ്ട്. അപ്പോൾ അതായത് ഇപ്പം ചേർക്കണം. ഒന്ന് ചിന്നു ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വർഷം. അപ്പോൾ ഞാൻ മാക്സിമം ഇപ്രാവശ്യം തന്നെ അടുത്ത വർഷം അവൾക്ക് ഏജ് ഇപ്പം ഈ ജൂണിലാകുമ്പോഴേക്കും അവൾക്ക് 4 വയസ്സ് കറക്റ്റ് ആകും. അപ്പം അടുത്ത ജൂണിലേക്ക് അവൾക്ക് 5 വയസ്സ്. LKG UKG ഇരിക്കുകയാണെങ്കിൽ ഇപ്പം ചേർത്തണം. എന്തായാലും ഇപ്പോഴും തന്നെ ചേർക്കാന്നുള്ള രീതിയിൽ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വണ്ടി നോക്കാം. അത് നമ്മൾ യൂസിലാണ് നോക്കുന്നത്. പക്ഷേ എന്തായാലും അത് നോക്കിയിട്ട് ചിന്നു ഇപ്പോൾ എന്തായാലും ചിന്നുവിൻ്റെ സംരംഭങ്ങളൊക്കെ വളരെ ഡെവലപ്പായി പോകുന്ന ചിന്നു. ഇല്ല ഇപ്പം അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇപ്പോൾ വർക്ക് കുറവാണ്. കുറവെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇതൊക്കെ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത മാസം തൊട്ട് സ്കൂൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ പ്രിപ്പറേഷനിലാണ് രതീഷും ചിന്നു. രതീഷ് തന്നെയാണ് മെയിൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. കാരണം അവനാണ് ഇതുവരെയുള്ളൊരു എക്സ്പീരിയൻസിൽ വർക്കും കാര്യങ്ങളൊക്കെ വരാനും ഇവരേതായാലും വർക്ക് ഇപ്പോഴൊരു സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, അല്ലാതെ കുഴപ്പമില്ല അല്ലേ ചിന്നു? അതായത് ബൾക്കൊക്കെ ഓർഡർ ചേട്ടനാണ് വരാറ്, നമുക്കും വരാറുണ്ട് ചേട്ടന് വരുമ്പോൾ. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 2 വീലർ ചിന്നുവിന് നോക്കുകയാണ്. ചിന്നുവിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലാണ്, ഞാനില്ല ഇതിൽ. പിന്നെ അതിൻ്റെ ഒരു കുറവ് കൂടെ ഉള്ളത് എന്തെങ്കിലും നോക്കണം. പിന്നെ ഷോപ്പിലോട്ട് ഇതിപ്പോൾ ഞാൻ ഡെയിലി ഒരു 3-4 പ്രാവശ്യമൊക്കെയാണ് വരുന്നത് ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് പോയി നോക്കണം. എന്നിട്ട് അത് ഷോപ്പിലോട്ടണം. പിന്നെ പിള്ളേർ ഒരാൾ പോയി നഴ്സറി പോയി, ഒരാൾ വീട്ടിൽ അവർ ഉറക്കം വന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വെയിലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അമരവേളയായിട്ട് വന്നത്. നമ്മളടുത്ത് ഒരു ഷോപ്പ് യമഹേൻ്റെ ഒരു സെൻറ്റർ ഇവിടെ ഉണ്ട്. അതാ കണ്ട, നമ്മളിവിടെ നിന്ന് നോക്കാതെ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ വെയിലുണ്ട്, കരിഞ്ഞു പോകുന്നു. പക്ഷെ യമഹയുടെ ഒക്കെ ഭയങ്കര വെയിറ്റും ഉണ്ട്. എത്തണല്ലേ? വെയിറ്റ് പ്രശ്നമല്ല, നീ തലയിലല്ല എടുത്ത് വയ്ക്കുന്നത്. ഈ കളറാണ് കുറച്ചുകൂടെ രസമുള്ളത്. ഇത് 2 സെയിം അല്ലേ ചേച്ചി? ഇത് ഡിസ്ക് ആണല്ലേ? ഡിസ്ക് ബ്രേക്ക് അതുകൊണ്ട് ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ താഴെ വരാം. ഞാൻ ഇതെടുക്കട്ടോ ചിന്നു? ചേച്ചി അത് എക്സ്ചേഞ്ച് ചെയ്തൊരു വണ്ടി എടുക്കാമെന്നാ. അത് കൊടുക്കണില്ല. കഴിച്ചതാണ് ഉണ്ണിയുടേത്. ഇല്ല ചേച്ചി ഇല്ല, ഇല്ല നോക്കുന്നുണ്ട്, എടുക്കുന്നില്ല ഇപ്പോൾ. അത്രേ ഉള്ളൂ. വേറെ ഇതുണ്ട് കേട്ടോ, ഇതുള്ള. പക്ഷേ ഇത് കുറച്ചുകൂടെ ഒരു സ്പോർട്സ് ലുക്ക് വരുന്നുണ്ട്. പക്ഷെ കുറച്ചുകൂടെ വെയിറ്റ് കൂടുതലാണെന്ന് തോന്നുന്നു വണ്ടി. ചിന്നപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് കുറവാണ്. നമ്മൾ ലോണാണ് നോക്കുന്നത്. ചിന്നുവിനാണെങ്കിൽ ഇപ്പോൾ ലോണെന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. അല്ലെങ്കിൽ പിന്നെ ഒരു യൂസ്ഡ് വണ്ടിയാണ് കുറച്ചുകൂടെ ബെറ്റർ. റെഡി ക്യാഷിന് എടുത്തു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട. പിന്നെ ഇതാ പറഞ്ഞായിരുന്നു, ഇതും റേസാറ്, ഇത് കൊള്ളാം. ഇതല്ലല്ലോ, ഇതാണ്
സെയിം റേറ്റും ഇതാണ്. ഇത് രണ്ടിനോട് റേറ്റ് ചെറിയ വ്യത്യാസം ഇതിനെക്കാട്ടിലും വരും. ഇത്രയും വണ്ടികൾക്ക് നോർമൽ ബ്രേക്കും ഡിസ്ക് ബ്രേക്കും വരും. ഞാൻ എടുക്കണമെന്നൊക്കെ വിചാരിച്ചത് ഇതല്ലെങ്കിൽ ഈ MT എനിക്ക് എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ നടക്കുന്നില്ല. ഇപ്പോഴാണെങ്കിൽ വണ്ടിയുടെ വിലയൊക്കെ ഭയങ്കര ചേഞ്ച് ആയിട്ടുണ്ട്. FC ആണെങ്കിലും ചിഹ്നത ലോൺ ഡേസൊക്കെ നോക്കുക. ചിന്നുവിൻ്റെ സിബിലൊക്കെ നോക്കിയപ്പോൾ സിബിലിൻ്റെ 7 പോലും എത്തിയില്ല, ലോണൊന്നും എടുക്കാത്തതുകൊണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ മറ്റേ ലോൺ നോക്കിയിരുന്നെങ്കിൽ നടക്കില്ലല്ലോ. പ്രതീഷിൻ്റെ ചിന്നു എല്ലാം ചിന്നുവിൻ്റെ അമ്മയുടെ പേരിൽ, എൻ്റെ പേരിലൊക്കെയാണ് ചിന്നുവിൻ്റെ ലോണുകളൊക്കെ. ആർക്ക് നിനക്കാ ചേച്ചി? അല്ലാതെ അവർ ഇപ്പോൾ ഉടനെ വൈകാതെ ചിന്നുവിന് ഒരു ലോൺ എടുത്ത് കൊടുക്കണം. അല്ല, നീ മുത്തൂറ്റിലൊക്കെ വെച്ചിട്ട് അതിലൊന്നും ഉണ്ടല്ലേ? നിനക്ക് ഏത് കളറാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടത്? സപ്പോസ് ബുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ അവസാനം ഞാൻ ലോൺ അടയ്ക്കേണ്ടി വരും. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട് ചെയ്യുന്നത് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഇത് വേറെ വേരിയൻറ്റിൽ വരുന്നത്. പിന്നെ ഇതും കൊള്ളാം. നോക്കാം, എങ്കിലും എന്തായാലും ടൈമുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി. പക്ഷേ ഡിസ്ക് ഉള്ളതാണ്, പിന്നെ വൈറ്റും കൊള്ളാം. ഡിസ്ക് വരുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് ഉണ്ട്. ഇത് തന്നെ സ്റ്റാർട്ടിങ് 1,07,000 രൂപ എന്തോ വരുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് R15 ആണ് നോട്ടം ഉള്ള ഒരെണ്ണം. പാവ അപ്പൂൻ്റെതാണെങ്കിൽ ചെറിയൊരു പണിയായി വീട്ടിലിരിക്കുക. നമ്മുടെ കമ്പനി ഇരിപ്പുണ്ട്, ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു. സെയിം ഇതൊക്കെ മാറ്റ് ഫിനിഷാണ്. ഫെസിനോ 5 എടുത്തപ്പോഴും 5 ഫെസിനോ ഞാനാണ് സജസ്റ്റ് ചെയ്തത്. പക്ഷെ അത് കുറച്ച് ഇപ്പോൾ പഴയ മോഡലായി, റേറ്റും മാറി. അന്നൊക്കെ 65-70 എന്തൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ നമ്മളെ വീട്ടിലൊക്കെ എത്തിയതാ. ഉച്ചയ്ക്ക് കഴിച്ച ഭാഗമൊന്നും എടുത്തിയില്ല. പിന്നെ അതാ ഇപ്പോൾ അമ്പൂട്ടി അങ്കനവാടി നിന്ന് വന്നു. അമ്പൂട്ടി അങ്കനവാടി ഒരു ചോപ്പ് കുരുള്ളൊരു ചെടി ഉണ്ടല്ലോ, മറ്റേ കാട്ടുചെടി എന്തുവാണ്, അപ്പോൾ അതിങ്ങനെ പൊട്ടിച്ച് കളിക്കുകയാണ്. ആ കുരു പൊട്ടിച്ച് കഴിഞ്ഞാൽ കയ്യിൽ ചോര പോലത്തെ കളറാവും. അതിങ്ങനെ പൊട്ടിച്ച് കളിക്കുക. എല്ലാം നന്ദുമ്മ ഉറങ്ങി എണീറ്റ് വരികയാണ്. അനുവേട്ടൻ പോയി, നമ്മളോട് കൊണ്ടുപോയിട്ടിട്ട് അനുവേട്ടൻ പോയി. ഇനി കുറച്ച് വൈകുന്നേരത്തെ കുറച്ച് പണീൻ്റെ മുറ്റം തൂക്കാനുണ്ട്, ചെറുതായിട്ട് കട്ടനിടണം, അത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അതുപോലെ വികൃതി എവിടെയെങ്കിലും ഇട്ട് കമൻറ്റ് ചെയ്യണം. അതിൻ്റെ ഉള്ളിൽ കൂടെ കാലിട്ടുങ്ങാണ്ട് അപ്പാപ്പനെ വിളിച്ചിങ്ങാണ്ട് പോവുകയാണ്. എത്ര കുപ്പി ഗ്ലാസ് പൊട്ടിച്ച് ഇതുണ്ടല്ലോ അവിടെ ആയിട്ട് വെക്കല്ലോ, അവളെ കൈയെത്താത്ത ദൂരത്തിൽ. എന്നാൽ മൂന്ന് കുപ്പി ഗ്ലാസ് ഞാനും പൊട്ടിച്ചത് കുറച്ച് നേരത്തെ തന്നെ. അപ്പോൾ തൂത്ത് വാരിയിട്ടേ ഉള്ളൂ. അത് കളിക്കാൻ വേണ്ടി എടുക്കണത്. ഞാൻ അടിച്ച് വാരി എങ്ങനെയായിരുന്നു? അടിച്ച് വാരി എങ്ങനെയായിരുന്നു? അമ്പൂട്ടി ഇതോടെ കട്ടനടിച്ചുകൊണ്ടിരിക്കുന്നത്. ബിസ്ക്കറ്റ് തരാം കേട്ടോ അമ്പൂട്ടിക്ക്. എന്ന് വെച്ചാൽ അങ്ങനെയാണ് വിട്ടു വന്നാൽ ചായ എന്തെങ്കിലും കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഒരു സന്ധ്യ ഒക്കെ ഒരു 7 മണി അടുപ്പിച്ച് ചോറ് കൊടുക്കും. അങ്ങനെയാണ് വിട്ട് അപ്പം തന്നെ അവളൊന്നും കഴിക്കത്തില്ല. എന്ന് വെച്ചാൽ അവിടെ നിന്ന് പായസമോ അല്ലെങ്കിൽ ഉപ്പുമാവോ എന്തെങ്കിലും കഴിച്ച് വയറ് നിറച്ചിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഒന്നെങ്കിൽ ചായ ഉണ്ടെങ്കിൽ പാലുണ്ടെങ്കിൽ പാൽ ചായ ഇട്ട് കൊടുക്കും, ഇല്ലെങ്കിൽ കട്ട ഇട്ട് കൊടുക്കും. പാലില്ല, കട്ടൻ കുടിക്കുന്നത് നമ്മളത് അവിടെ അത് എടുത്തോണ്ട, അമ്മയ്ക്ക് എടുത്തോണ്ട. ചേച്ചിക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കും മക്കൾ, ചേച്ചിക്ക് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കും. അമ്പൂന് ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കും. അപ്പോൾ അപ്പാപ്പ് എടുത്ത് കൊടുക്കും അമ്പൂന്. അമ്മ ബിസ്ക്കറ്റ് എടുത്തരാം. പിന്നെ ചായയൊക്കെ കൊടുത്തതിന് ശേഷം പിള്ളേർക്ക് ഞാൻ TV വെച്ച് കൊടുത്തിട്ട് കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് തുണി നനയ്ക്കേണ്ടിയിരുന്നു. അപ്പോൾ തുണി നനയ്ക്കാൻ വേണ്ടിയെല്ലാം ഞാൻ കുതിർത്ത് വെക്കാൻ വേണ്ടി വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ തുണി നനയ്ക്കാൻ വേണ്ടി വന്നു. ഞാൻ ഡ്രൈപോഡ് ഇല്ല കേട്ടോ, ഡ്രൈപോഡ് ഇവിടെ അനുവേട്ടൻ്റെ അനിയത്തിൻ്റെ വീട്ടിൽ ചേച്ചീൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ തറയിൽ ഫോൺ വെച്ച് കണ്ടിട്ട് ചെയ്യുന്നത്. പിന്നെ തുണിയിൽ നനച്ച് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം അപ്പോഴത്തേക്കും അനുവേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്ദും അത് നമ്മളെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ഇവളെ മായൻ്റെ വീട്ടിൽ കൊണ്ടുപോയേക്കണം. അച്ഛൻ്റെ ചെടിക്കുള്ള വയ്ക്കാണ്ട് ഫുഡ് അവൾക്കുള്ള ബിസ്ക്കറ്റ് അവളെ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മായൻ്റെ വീട്ടിൽ പോവാം. ഗൈസ്, അപ്പോൾ നമ്മൾ മായൻ്റെ വീട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ വേഗം അവൾ കുട്ടൂനെ കാണാൻ വേണ്ടി അങ്ങ് പോയി. അടുക്കള ഭാഗത്തായിരുന്നു കുഞ്ഞ, അപ്പോൾ അവൾ കുട്ടൂനെ കാണാൻ വേണ്ടി അങ്ങ് പോയി. അപ്പോൾ നമ്മളത് പെട്രോൾ
ചോറും അടിച്ചെങ്ങാണ്ട് അടുത്ത യാത്രയ്ക്ക് പോവാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ വീണ്ടും